ബഹുമാന്യനായിട്ടുള്ള ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസവും പ്രഖ്യാപിച്ചത് ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ വഖഫ് നിയമ ഭേദഗതി പാസാക്കിയെടുക്കും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അതിൽ നമുക്ക് തീർച്ചയായിട്ടും പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കാം. മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കാനുള്ള നടപടികൾ അതോടുകൂടി ഉണ്ടാകും എന്ന് നമുക്ക് പൂർണ്ണമായും പ്രതീക്ഷിക്കാം. കേരളത്തിൽ നിന്നുള്ള എംപിമാരുടെ നിലപാട് എന്തായിരിക്കും? കേരളത്തിൽ നിന്നുള്ള എംപിമാര് അവർക്ക് അവരുടെ ഓർമ്മശക്തി മുനമ്പം പഞ്ചായത്ത് കഴിയുമ്പോൾ, ഈ പ്രദേശത്തെ പഞ്ചായത്തിന്റെ അതിർത്തി കഴിയുമ്പോൾ അവർക്ക് ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന അസുഖം, ആ അസുഖമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരാണ് പറയേണ്ടത്. കാരണം അവരിവിടെ വന്ന് പറയുന്നത് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണെന്നാണ്. പക്ഷെ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ അവര് ഈ നിയമ ഭേദഗതിക്കെതിരായിട്ട് പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. ഇന്ത്യയിലെ ഒരേ ഒരു നിയമസഭയാണ് ഈ നിയമ ഭേദഗതിക്കെതിരായിട്ട് പ്രമേയം പാസാക്കിയിട്ടുള്ളത്. ഈ ഭേദഗതി സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ മുമ്പാകെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. അപ്പോൾ പാർലമെന്റിന്റെ പരമാധികാരത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് നിയമസഭയുടെ പ്രമേയം പാസാക്കുക എന്ന് പറഞ്ഞാൽ പാർലമെന്റിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നു. ഈ പ്രദേശത്തെ മുനമ്പത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ, ആ അവകാശങ്ങൾ നിഷേധിക്കുന്ന സമീപനമാണ്. കേരളത്തിലെ എംപിമാര് അവര് ഒരു മതത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നവരാണോ എന്നുള്ളതാണ് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. പാലക്കാട് റിസൾട്ടിന് ശേഷം പാർട്ടിയിൽ ഒരുപാട് പൊട്ടിത്തെറികളൊക്കെയാണല്ലോ. പ്രസിഡന്റ് മാറിയേക്കും, രാജ്യസഭ അറിയിച്ചു എന്നൊക്കെ പറയുന്നത് എന്താണ് അതില്? ഞാൻ ഈ 2-3 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല ഈ നിങ്ങളെല്ലാവരും നടത്തുന്ന ഈ രാത്രിയത്തെ തമാശ പരിപാടികളുണ്ടല്ലോ, നിങ്ങളെല്ലാവരും പറയുന്നത് എടുത്തിട്ട് ഒരു തമാശ പരിപാടി വെച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. കാരണം ഈ വാർത്തകൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ, അത് കഴിഞ്ഞ് ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ, മറുപടി കണ്ടെത്തുന്നത് നിങ്ങൾ, വ്യാഖ്യാനിക്കുന്നത് നിങ്ങൾ. മാധ്യമപ്രവർത്തകർ വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ കാണണം. രാജ്യത്ത് നിരവധി സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു, ഉപതെരഞ്ഞെടുപ്പ് നടന്നു, 2 സംസ്ഥാനങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. ഈ തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും വലിയ സന്ദേശം ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായിട്ടുള്ള മുംബൈ ഉൾപ്പെടുന്ന മഹാരാഷ്ട്ര, ആ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ കഴിഞ്ഞ തവണ നടത്തിയ ജനവിധി, ആ ജനവിധിയെ അട്ടിമറിക്കാൻ ശ്രമിച്ച കോൺഗ്രസിന് നൽകിയ തിരിച്ചടിയാണ്. 2019 ബി.ജെ.പി. ശിവസേന സഖ്യമാണ് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തത്. ആ ബി.ജെ.പി. ശിവസേന സഖ്യത്തിൽ നിന്ന് ശിവസേനയെ അടർത്തിയെടുത്ത് കോൺഗ്രസ് നടത്തിയ രാഷ്ട്രീയ കളി, ആ രാഷ്ട്രീയ കളിക്ക് നൽകിയ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ബി.ജെ.പിയും ബി.ജെ.പിയോടൊപ്പം നിൽക്കുന്ന യഥാർത്ഥ ശിവസേനയും യഥാർത്ഥ എൻ.സി.പിയും അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്, കേരളത്തിലെ 3 തെരഞ്ഞെടുപ്പ് പോലും ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആകെ ചർച്ച ചെയ്യേണ്ടത് പാലക്കാടാണ്. ചേലക്കര ചർച്ച ചെയ്യുന്നില്ല, വയനാട് ചർച്ച ചെയ്യുന്നില്ല. ഇപ്പൊ ചേലക്കരയില് വളരെ കൂടുതൽ വോട്ട് കുറഞ്ഞ വേറെ ആൾക്കാരുണ്ട്. അവർക്ക് വോട്ട് കുറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും വേഗലാപത്തില്ല. അതുകൊണ്ട് എനിക്ക് വളരെ നന്ദിയുണ്ട്. കേരളത്തിൽ ബി.ജെ.പി. വളരണം എന്നുള്ള നിങ്ങളുടെ താല്പര്യം, ആ താല്പര്യമാണ് നിങ്ങളെ ഇതുകൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കുന്നതെങ്കിൽ സന്തോഷം. ആ ചർച്ച ചെയ്തോളൂ. ജനങ്ങളെ ആ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി ബി.ജെ.പിയെ വളരാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പിന്തുണ തുടർന്ന് ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ബി.ജെ.പിയിലും ഉണ്ടായിരുന്നു മുരളിയേട്ട. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ സി കൃഷ്ണകുമാറിനെയും അതോടൊപ്പം സി കൃഷ്ണകുമാറിനെതിരെ പ്രമീള ശശിധരനും അതോടൊപ്പം തന്നെ എൻ ശിവരാജനും രംഗത്ത് വന്നിരുന്നു. അവർ പറഞ്ഞത് ഈ സ്ഥാനാർത്ഥി കൊള്ളില്ലായിരുന്നു എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ പറഞ്ഞു. ഈ തോറ്റതിന്റെ ഈ പ്രശ്നം ഇനി ഞങ്ങളുടെ തലയിൽ വെക്കണ്ട എന്നാണ് അവർ. അതായത് ഒരു കാര്യം, നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചിട്ടാണ് നിങ്ങളിപ്പോ എന്നോട് ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ, എന്നെക്കൊണ്ട് എന്തെങ്കിലും ഉത്തരം പറയിപ്പിക്കാൻ. അതുകൊണ്ട് അതല്ല, ഞാനത് പൂർത്തിയാക്കട്ടെ. ഞാനത് പൂർത്തിയാക്കണമല്ലോ. കാരണം നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശം പോലെ എനിക്ക് മറുപടി പറയാനുള്ളൊരു അവകാശമില്ലേ. കാരണം ഈ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകാതെ ആളുകൾ പറയുന്നതിനെ ഒരു വാക്ക് അടർത്തിയെടുത്തിട്ട് വ്യാഖ്യാനിക്കുന്ന ആളുകളാണ് ഈ കൂട്ടത്തിൽ പല ആളുകളും.
മാധ്യമങ്ങളിൽ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പല ആളുകൾ. കാരണം BJP-യോട് നിങ്ങളുടെ പ്രത്യേക സ്നേഹമുള്ളതുകൊണ്ട്, അതുകൊണ്ട് BJP-യോട് പ്രത്യേക സ്നേഹമുള്ളതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം അടർത്തിയടർത്തി വ്യാഖ്യാനിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഞാനിപ്പോ BJP-യുടെ ഒരു മുതിർന്ന നേതാവായതുകൊണ്ടും 40-40 കൊല്ലമായിട്ട് മാധ്യമപ്രവർത്തകരുടെ സ്നേഹം അറിയുന്ന ആളായതുകൊണ്ടും ഞാൻ ആ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട വേദികളിൽ ഇത് മാധ്യമങ്ങളോട് ചർച്ച ചെയ്യേണ്ട വിഷയം മാത്രം മാധ്യമങ്ങളോട് ചർച്ച ചെയ്യും. ഭാരതീയ ജനതാ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതലായിട്ട് എന്തെങ്കിലും പറയണമെന്ന് തോന്നിയിരിക്കട്ടെ, അങ്ങനെയുള്ള ഘട്ടത്തിൽ ഞാൻ പറയും. ഈ സംസ്ഥാന അധ്യക്ഷനെ മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ടോ? എന്ന് പറഞ്ഞാൽ ഇത് എന്നാ പിന്നെ അമ്മയെ തല്ലുന്നത് നിർത്തി എന്നുള്ളത് പോലത്തെ ചോദ്യമാണ്. എന്ന് പറഞ്ഞാല് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് അതിനെ വ്യാഖ്യാനിക്കാം. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ചും നിങ്ങൾ സുധാകരനെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചോ എപ്പോഴെങ്കിലും? ചേലക്കരയിലെ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല, ചോദിച്ചിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി അതായത് നിലവിൽ സുരേന്ദ്രനെ മാറ്റേണ്ട സാഹചര്യം അല്ല, അതേ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്ന മറുപടി എന്നാണ് അമ്മയെ തല്ലുന്നത് നിർത്തിയത് എന്നുള്ളത് പോലത്തെ ചോദ്യമാണ്. ആ ചോദ്യത്തോട് സുരേന്ദ്രൻ പറഞ്ഞത് അങ്ങ് പ്രസിഡന്റായിരുന്നപ്പോൾ പാർട്ടിക്ക് തോൽവി ഉണ്ടായിരുന്നു, അന്ന് അങ്ങ് രാജിവെക്കേണ്ടിയിരുന്നില്ല എന്ന് പാർട്ടി പറഞ്ഞിരുന്നു എന്നാണ്. അതെയോ? അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ്? അല്ല, ഇത് എനിക്ക് ഇത്തരത്തിലുള്ള എല്ലാ ചോദ്യങ്ങളുടെയും അർത്ഥം മനസ്സിലാവും. അല്ല, ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ച പറ്റിയില്ലെന്ന് തന്നെയാണ്. അല്ല, അതാണ് പറഞ്ഞത്. ഇതെല്ലാം ഈ പിന്നെ ഇവിടെ നിന്നിട്ട് പൊതു സ്ഥലത്ത് നിന്നിട്ടല്ലല്ലോ ഇതൊന്നും ചർച്ച ചെയ്യാം. അതൊക്കെ ചർച്ച ചെയ്യേണ്ടത് എവിടെയൊക്കെ എന്തൊക്കെ ചർച്ച ചെയ്യണം എന്നുള്ളതിൽ നമുക്കൊരു പിന്നെ രീതികളുണ്ടല്ലോ. ആ കാര്യം പാർട്ടിയിൽ വ്യക്തമായി. ഉദാഹരണത്തിന് ഒരു ചാനലിനകത്തുള്ള തർക്കം നിങ്ങൾ ഇവിടെ പൊതുവേദിയിൽ ചർച്ച ചെയ്യുക. അതേപോലെ തർക്കം ഉണ്ടെങ്കിൽ തർക്കം ചർച്ച ചെയ്യേണ്ട സ്ഥലത്ത് ചർച്ച ചെയ്യും. തർക്കം ഇല്ലാന്നിരിക്കട്ടെ, അല്ല അതാണ് ഞാൻ പറഞ്ഞത്. തർക്കം ഉണ്ടെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. തർക്കം ഇല്ലാന്നിരിക്കട്ടെ, പ്രശ്നമേ ഇല്ല. അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കേണ്ട സ്ഥലത്താണ് പ്രകടിപ്പിക്കുക എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ പാലക്കാട് തോൽവിയുമായി ബന്ധപ്പെട്ട് ദേശീയ നേതൃത്വത്തിന് പരാതി ലഭിച്ചു എന്നാണ് കേൾക്കുന്നത്. ഞാനല്ലല്ലോ ദേശീയ നേതൃത്വം. എനിക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിലേ പറയാൻ പറ്റും. എങ്ങനെ ആരാ പഴിചാരുന്നത്? എപ്പോ പഴിചാരി? ഞാൻ അങ്ങനെ ഒരു വാചകം കണ്ടിട്ടില്ലല്ലോ. ആ ഒരു സെന്റൻസ് ഒന്ന് കാണിക്കാം. സെന്റൻസ് ഒന്ന് ദേവി ഇതൊന്ന് കാണിച്ചു. എങ്ങനെ? അയ്യോ, സംസ്ഥാന അധ്യക്ഷ സ്ഥാനം 15 വർഷം മുമ്പ് ഞാൻ ഒഴിഞ്ഞതാണ്. ഇനി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ തിരിച്ചില്ല. പാർട്ടി എനിക്ക് ധാരാളം ചുമതലകളല്ലാതെ തന്നിട്ടുണ്ട്, ഇപ്പോഴും തന്നിട്ടുണ്ട്. ഇപ്പൊ മിനിയാന്ന് ഈ പാർട്ടി എന്നോട് അതിന്റെ ഇത്തരം ചോദ്യങ്ങൾ, ഇതാണ് ഞാൻ പറഞ്ഞത്. ആ ഏത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും അതിൽ ഏത് ഉത്തരത്തെയും നിങ്ങൾക്ക് സൗകര്യപൂർവ്വം വളച്ചൊടിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു വരി കിട്ടണം നിങ്ങൾക്ക്. ഈ മാധ്യമങ്ങളോട് ഈ പറഞ്ഞതുപോലെ BJP-യുടെ പ്രാദേശിക നേതാക്കളെ കൂടി ഇക്കാര്യം പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവുമോ? കാരണം എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലാവും. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ അർത്ഥം എനിക്കും മനസ്സിലാവും. ഞാൻ പറഞ്ഞ മറുപടിയുടെ അർത്ഥം നിങ്ങൾക്കും മനസ്സിലാവും. ആ മറുപടി മനസ്സിലായില്ല എന്ന് ധരിക്കുന്നത് മാത്രമുള്ള വിഡ്ഢികളല്ല നിങ്ങളെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതേ പറഞ്ഞത്, അതുകൊണ്ടാണ് പറഞ്ഞത്. BJP പോലെ ഒരു കേഡർ പാർട്ടിയിലാണ് പ്രമീള ശശിധരനും N ശിവരാജനും. സ്നേഹം കണ്ടില്ലേ? BJP-യോടുള്ള സ്നേഹം. ഞാൻ മെമ്പർഷിപ്പ് ഉടനെ തരാം. ഉടനെ മെമ്പർഷിപ്പ് തരാം. ഉടനെ ഇന്ന് തന്നെ ജില്ലാ പ്രസിഡന്റ് ഇവിടെ തന്നെ. BJP-യോട് സ്നേഹമുള്ള ആളുകൾ ഉടനെ BJP-യിൽ മെമ്പർഷിപ്പ് എടുക്കുക, BJP-യെ വളർത്താൻ വേണ്ടി ശ്രമിക്കുക. അതിലെ ഞങ്ങള് അങ്ങനെ മാധ്യമപ്രവർത്തകരും BJP-യെ സഹായിക്കാനും BJP-യെ പിന്തുണക്കാനും BJP കേരളത്തിൽ വളർന്നു വരേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിയുന്നതും ഒക്കെ മനസ്സിലാക്കുന്നതിൽ എനിക്ക് സന്തോഷം. ഒരു തോൽവി ഉണ്ടായാലും ഇങ്ങനെ പരസ്യ പ്രതികരണം നടത്തുകയാണോ വേണ്ടത്? അല്ല, അതാണ് പറഞ്ഞത്. അതാണ് സ്നേഹം എന്ന് ഞാൻ പറഞ്ഞത്. യഥാർത്ഥ സ്നേഹം തിരിച്ചറിയാൻ വൈകിപ്പോകുന്നു. അതാണ് ഈ സ്നേഹം തിരിച്ചറിയാൻ വൈകിപ്പോകുന്നത്. ശരിയപ്പോ നമുക്ക് കാണാം.